ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നീതു ഇൻഡോ ഇറ്റാലിയൻ ഡിഷസ്. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം ഇറ്റലിയിൽ ഇവിടെ എനിക്ക് തോന്നുന്നു യൂറോപ്യൻ കൺട്രീസ് ആൻഡ് US-ലെല്ലാം ഇപ്പം ചെറി ഹാർവസ്റ്റ് നടക്കുന്ന സമയമാണ്. ചെറി പിക്കിങ്ങിൻ്റെ ടൈമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ ഇവിടെ ഓൾമോസ്റ്റ് ഇവിടെ ഫോറിനേഴ്സും എല്ലാവരും തന്നെ ചെറി പിക്ക് ചെയ്യാൻ പോകും. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരു വട്ടം ചെറി പിക്ക് ചെയ്യാൻ പോയിരുന്നു. അന്ന് എനിക്ക് ഈ സ്വീറ്റ് ഡിഷ് ഉണ്ടാക്കാനായിട്ടൊന്നും സമയം കിട്ടിയില്ല. പിന്നെ അതിനുശേഷമാണ് എനിക്കിത് തോന്നിയത്, ഈ ചെറി വെച്ച് ഒരു സ്വീറ്റ് ഡിഷ്, അതായത് ഒരു കേക്ക് ഉണ്ടാക്കിയാൽ അങ്ങനെയാണ്. ഈ ചെറി ഇപ്പം ഞാൻ പോയി പിക്ക് ചെയ്തൊന്നും അല്ല കേട്ടോ. ഇത് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് സുനി തന്നതാണ്. അവളുടെ വീട്ടിൽ ചെറിയൊരു ട്രീ ഉണ്ട്, അതിൽ നിന്ന് പറിച്ചപ്പം അവൾ എനിക്ക് തന്നതാണ്. ഇത് നല്ല രസം അത് കാണാനായിട്ട്, നല്ല റെഡ് കളർ. ഇത് നല്ല മെച്ചുവേർഡ് ചെറിയാണ്. താങ്ക് യു സുനി ഫോർ ദ ചെറീസ്. ഇത്രയല്ല തന്ന കേട്ടോ, ഒത്തിരി തന്നിരുന്നു. പക്ഷേ അത് കുറേയൊക്കെ ഞാൻ കഴിച്ചു, അതിൻ്റെ ബാക്കി ഇത്രേ വന്നുള്ളൂ. അപ്പോൾ അത് വെച്ച് ഞാൻ ഓർത്തു ഒരു സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കാവുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ചെറീസ് ഇത്രയും എടുത്തു. ഓൾമോസ്റ്റ് 300 gram ചെറീസ്, 4 മുട്ട വേണം, കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാര വേറെ എക്സ്ട്രാ എടുത്ത് വെച്ചേക്കുന്നത് ഈ ഗ്രീസ് ചെയ്ത ഈ ടംബ്ലറിൻ്റെ അകത്തുനിന്ന് ഡസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇട്ടുമ്പം ഞാനിത് ഉണ്ടാക്കുമ്പം ഈ ചെറി താണു പോവും, അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1/2 കപ്പ് പഞ്ചസാര വേണം, 3/4 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറോ മൈദയോ എന്താണെന്ന് വെച്ചാൽ അത് വേണം, 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം, 240 ml മിൽക്ക് വേണം, അതായത് 3/4 കപ്പിന് മുകളിൽ വരുന്ന മിൽക്ക്, ഇച്ചിരി എസെൻസ്, ടേസ്റ്റിന് വേണ്ടിയിട്ട് വാനില എസെൻസ് വേണം. ഇത് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചെറി എന്ന് പറയുന്ന സാധനത്തിനകത്ത് നമ്മുടെ നാട്ടിലെ ലൗലോലിക്ക, എനിക്കറിയത്തില്ല, ഓരോ സ്ഥലത്തും ഓരോ നെയിമാണ് പറയുന്നത്. ഞങ്ങളുടെ ഒക്കെ അവിടെ ഇതിന് കോട്ടയം സൈഡോട്ട് ഇതിന് ഇതുപോലെ ഇരിക്കുന്ന ഈ സെയിം കളറിൽ ചെറി കണ്ട നമ്മുടെ നാട്ടിലെ ലൗലോലിക്കയുടെ ഷേപ്പാണ് ഇതിന്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു സീഡുണ്ട്. ആ സീഡ് നമുക്ക് ആദ്യം അത് കുത്തിക്കളയണം. അത് കളഞ്ഞാലേ നമുക്കിത് കേക്ക് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. ഞാനിത് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇത് വിളയിച്ചൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പോഴും നാട്ടിൽ അതുണ്ടെന്ന് തോന്നുന്നു. ഈ ചെറിയ നല്ല മധുരമാണ് ഇതിന്. ഞാൻ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം കേട്ടോ, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് എനിക്കറിയാം. അപ്പം ആദ്യം നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഈ ചെറീസിൽ നിന്ന് മുഴുവൻ ഇതിൻ്റെ സീഡ് കുത്തിക്കളയാം. ഇത് എളുപ്പമാണ് കേട്ടോ, വലിയ കട്ടിയൊന്നുമില്ല. ഞെക്കി കഴിയുമ്പോൾ അത് താഴോട്ട് പോകും കേട്ടോ. ഇപ്പം ഞാൻ ഈ ചെറീസിലെല്ലാം കുരു കുത്തിക്കളഞ്ഞു, ഒരു ഹോള് പോലെ. അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് വെച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ അതങ്ങ് പോകും. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഞാൻ ചുമ്മാ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ചതാണ്. ഇതിന് വേണ്ട സാധനങ്ങൾ, അപ്പം ചെറി എല്ലാം റെഡിയായി. ഇത് മാറ്റി വയ്ക്കാം. ഒരു ടംബ്ലർ വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ആ ടംബ്ലറിൽ ഓൾറെഡി ഞാൻ ബട്ടർ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആദ്യമായിട്ട് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 4 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്യാം. മറ്റേ ഇലക്ട്രിക് ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഹാൻഡ് ബീറ്റർ ആയാലും മതി, വിസ്ക് ആയാലും. വിസ്ക് ഏറ്റവും പെർഫെക്റ്റ്. ഇതങ്ങനെ ഒത്തിരി ബീറ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ മറ്റേതുപോലെ പതച്ചൊന്നും എടുക്കില്ല, ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തേയുള്ളൂ. എഗ്ഗ് ഞാൻ ബീറ്റ് ചെയ്തു. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര ആഡ് ചെയ്യാം. അത് നന്നായിട്ട് ഇതിൻ്റെ അകത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ടേസ്റ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്വീറ്റ് ഡിഷിലും ഒരു ഞുള്ളു ഉപ്പിടുമല്ലോ, അതുപോലെ ഒരു ഞുള്ളു ഉപ്പ്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഓൾ പർപ്പസ് ഫ്ലവറോ മൈദയോ എന്താണെന്ന് വെച്ചാൽ അത് കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്തു. ഇതിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ച് കൊടുക്കാം.
ഇത് ബീറ്റ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 3-4 തുള്ളി വാനില എസൻസ് അല്ല എക്സ്ട്രാക്റ്റ് ഒഴിച്ചു കൊടുക്കാം. വേറെ ഒന്നുമില്ല, മുട്ടയുടെ മണം ഒന്നും നമുക്ക് വരാതിരിക്കാൻ വേണ്ടി, മുട്ടയ്ക്കൊരു അഴുക്ക് മണം ഉണ്ടല്ലോ, ആ മണം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ പാല് 240 ml പാലെടുത്ത് വെച്ചിട്ട് അതങ്ങ് ഒഴിച്ചു. ഇപ്പം ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഇങ്ങനെ കാണുന്നതുകൊണ്ട് ഇത് ചെയ്യേണ്ട ഈ ഒരു കേക്ക് ആകുമോ എന്ന് ഇതാകും. കാരണം ഇതിങ്ങനെയാണ് ഇതിൻ്റെ ടെക്സ്ചർ വരേണ്ടത്. കണ്ടോ, ഇങ്ങനെ ഒരിക്കുമ്പോൾ ലൂസായിട്ടിരിക്കണം. അപ്പം അടുത്തത് ഇനി ഞാൻ ഈ ഗ്രീസ് ചെയ്തേക്ക് വെച്ചേക്കുന്ന പാത്രം ത്തിലേക്ക് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്തിനാണെന്നറിയാമോ? പഞ്ചസാര എന്നിട്ട് ഈ ചെറിയുടെ കേക്കില്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ ആ ചെറി ഒരിക്കലും താഴെ ഡിപ്പായി പോകില്ല, മുകളിൽ പൊന്തി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് എല്ലായിടത്തും ഒന്നാക്കട്ടെ. കണ്ടത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇത് നിറച്ച് ഇതിലെല്ലാം അങ്ങ് പഞ്ചസാര ഡിസ്റ്റ് ആയിക്കോളും. കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഇടുന്ന ചെറി താഴെ ഒട്ടി സ്റ്റിക്കി ആകത്തില്ല. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ചെറിയെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചേക്കുന്ന പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഈ മാവ് ഒന്നുകൂടെ നമുക്ക് ഈ ബാറ്റർ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ആ ചെറീസ് എല്ലാം ഇട്ടു, ആ ബാറ്റർ അതിൻ്റെ പുറത്ത് ഒഴിച്ചു. ഇനി നമുക്ക് ഇത് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ കുക്കിംഗ് റേഞ്ചിൽ 40 to 45 മിനിറ്റ്സ് പ്രീ ഹീറ്റഡ് അവനിൽ 40 to 45 മിനിറ്റ്സ് വെച്ച് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. നല്ല കളർഫുൾ അല്ലേ, നോക്കിക്കേ, പുഡിങ്ങിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നു കാണാൻ നോക്കിയിട്ട്. കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 40-45 മിനിറ്റ്സ് ഞാൻ വെച്ചു. അപ്പോഴാണ് ഇത് റെഡി ആയിട്ട് കിട്ടിയത്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴത്തെ ഇതിൽ നിന്നൊരു പോർഷൻ കട്ട് ചെയ്ത് വെച്ചേക്കുവാണിത്. ഇന്ന് കണ്ടോ, ഇതിൻ്റെ ഇടയ്ക്കൊക്കെ നല്ല ഇതായിട്ട് വന്നു, ഫ്രൂട്ട്സ് മേളിൽ വന്നു. ഇത് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. കഴിച്ച് നോക്കട്ടെ ഞാൻ ഒരു പീസേ. നല്ല ഉക്കിന് സൂപ്പർ ടേസ്റ്റ്. ആ ചെറിയുടെ ടേസ്റ്റൊക്കെ നല്ലതായിട്ട് നിൽക്കുന്നു. ഇത് ചെറിയ കിട്ടുന്നവരെല്ലാം ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഇടാൻ മറക്കല്ലേ. അതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇനിയും പുതിയ ഡിഷുമായി വരുന്നവരെ ബൈ ബൈ.